Good morning, dears. Welcome back to GST classes. Today's topic is Input Service Distributor. Conditions or procedures for distribution of credit by ISD. Input Service Distributor. ആരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ISD ആരാണെന്ന് ജസ്റ്റ് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ്. സം കണ്ടീഷൻസ് ആർ ദർ. ഓക്കെ, എങ്ങനെയാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു നടപടിക്രമം, അതേപോലെ എന്തൊക്കെ നിബന്ധനകളാണ് പാലിച്ചിരിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ISD ഈസ് എ ടാക്സ് പെയർ ദാറ്റ് റിസീവ്സ് ഇൻവോയ്സസ് ഫോർ സർവീസസ് യൂസ്ഡ് ബൈ ഇറ്റ്സ് ബ്രാഞ്ചസ്. പല ബ്രാഞ്ചുകൾ അവൈൽ ചെയ്ത സർവീസ്, അവരുടെ ഇൻപുട്ട്, അവർ യൂസ് ചെയ്ത സർവീസ്, അതിനു വേണ്ടിയിട്ടുള്ള ഇൻവോയ്സ് റിസീവ് ചെയ്യുന്ന ഒരു ടാക്സ് പെയറാണ് ISD. GST ആക്ടിൻ്റെ കാഴ്ചപ്പാടിൽ പലതരം ടാക്സ് പെയേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടിരുന്നു, പല ആളുകൾക്കും പല നിയമങ്ങളാണ്, പല റൂളുകളാണ്. വെൽ ഡിഫൈൻഡാണ് GSTയിലെ ടാക്സ് പേയേഴ്സിൻ്റെ ആ ഒരു ഘടന എന്ന് പറയുന്നത്. പലതരം സ്കീമുകൾ ലഭ്യമാണ്. കോമ്പോസിറ്റ് ഡീലറുണ്ട്, കോമ്പോസിഷൻ സ്കീമുണ്ട്, അതുപോലെ നോർമൽ സ്കീം, അതേപോലെ ഇ-കൊമേഴ്സ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അങ്ങനെ ISD അതിൽപ്പെട്ട ഒരു ആളാണ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന് പ്രത്യേക റൂളും അതുപോലെ കണ്ടീഷൻസ്, പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് നമ്മൾ നോക്കുന്നത്. ISD എന്താണ് ചെയ്യുന്നത്? ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയറാണ് ISD എന്ന് പറയുന്നത്. അവർ ഒരു പ്രൊപ്പോർഷണൽ ബേസിസിൽ ഓരോ ബ്രാഞ്ചുകൾക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ISD distributes ITC to branches on a proportional basis by issuing ISD invoices. The branches have a different GSTIN but same PAN as that of ISD. അപ്പോഴാണ് ISD സംഭവിക്കുന്നത്. ഒരൊറ്റ പാൻ നമ്പർ ISD രജിസ്റ്റർ ചെയ്യുമ്പോൾ ISDക്ക് ഒരു പാൻ നമ്പർ ഉണ്ടാവും, പാൻ ഉണ്ടാവും, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. എന്നാൽ എല്ലാ ബ്രാഞ്ചുകൾക്കും അവരുടേതായ വ്യത്യസ്തമായ GSTIN ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. എന്നാൽ പാൻ നമ്പർ സെയിം ആണ് ആസ് ദാറ്റ് ഓഫ് ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോഴാണ് ISD എന്നുള്ള ഒരു സ്കോപ്പ് വരുന്നത്. അങ്ങനെ പലതരം ബ്രാഞ്ചുകൾ, ഒരു സ്ഥാപനത്തിൻ്റെ വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് ഓഫീസായിരിക്കും ഈ ISD എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഇൻപുട്ട് സർവീസ് ക്രെഡിറ്റിൻ്റെ GSTയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഇൻപുട്ട് ക്രെഡിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ ISD ആണ് ടാക്സ് പെയർ, ബ്രാഞ്ചുകളല്ല. ഓക്കെ, രജിസ്റ്റേർഡ് ടാക്സ് പെയർ ഈ ISD ആണ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറാണ് ബ്രാഞ്ചുകൾക്ക് അവരുടെ വിഹിതം ISD ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ അവരുടെ ഈ വിഹിതം ITC നൽകുന്നത്. ബ്രാഞ്ചുകൾക്ക് വ്യത്യസ്തമായ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും, GSTIN. എന്നാൽ പാൻ സെയിമാണ്. പാൻ ആരുടെയാണ്? ISD ആണ്. അത് സെയിം പാനിലാണ് അവരുടെയൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം, ചില കണ്ടീഷൻസ് നോക്കാം. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ നോക്കാം. ITC available during the course of business only to be apportioned. ബ്രാഞ്ചുകൾക്ക് ITC അപ്പോഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ് ലഭ്യമായിരിക്കുന്ന ITC ആയിരിക്കണം. ഓക്കെ, മറ്റു തരത്തിൽ സപ്ലൈ നടത്താൻ വേണ്ടി ഇൻപുട്ട് സർവീസ് അവൈൽ ചെയ്തതാവാൻ പാടില്ല. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ്, നമ്മൾ GSTയിൽ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്നൊക്കെ പറയും. അപ്പോൾ ബിസിനസ്സിനിടയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷനിലൂടെ ലഭ്യമായ ITC ആയിരിക്കണം. ഓക്കെ, അതേപോലെ ITC അവൈലബിൾ ഇൻ എ മന്ത് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സെയിം മന്ത്. ITC അവൈലബിൾ ഇൻ എ മന്ത് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സെയിം മന്ത്. ഒരു മാസം ലഭ്യമായ ITC അതേ മാസം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഓക്കെ, മന്ത്ലി ഉള്ള പരിപാടിയാണ്. ഓക്കെ, സെറ്റിൽമെൻറ്റ് അവൈലിംഗ് ഓഫ് ക്രെഡിറ്റ് സെയിം മന്തിൽ തന്നെ ലഭ്യമാക്കിയിരിക്കണം. ഓക്കെ, സെയിം മന്തിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ഓരോ ബ്രാഞ്ചുകൾക്കും ഓൺ എ പ്രൊപ്പോർഷണൽ ബേസിസ്. ISD cannot accept any invoices on which tax is paid on reverse charge basis. ഓക്കെ, ഫോർവേഡ് ചാർജ് ബേസിസിൽ അടച്ചിരിക്കുന്ന ടാക്സ്, അതിൻ്റെ മുകളിലുള്ള ഇൻപുട്ട് ക്രെഡിറ്റ്, അത് മാത്രമേ ISDക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് മാത്രമേ ISDയുടെ കാഴ്ചപ്പാടിൽ ITC ആയിട്ട് വരുന്നുള്ളൂ. അതിനെ മാത്രമേ ബ്രാഞ്ചുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, റിവേഴ്സ് ചാർജ് ബേസിസിൽ ഏതെങ്കിലും ബ്രാഞ്ചുകൾ ടാക്സ് അടച്ചു എന്ന് വെച്ച് അത് ഒരിക്കലും എന്തല്ല ITC അല്ല. ഫോർവേഡ് ചാർജ് ബേസിസ് GSTയുടെ കോമൺ ആയിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റം ഫോർവേഡ് ചാർജ് ബേസിസിൽ ഉള്ള ടാക്സേഷൻ ആവണം. ഓക്കെ, റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ് അടച്ചതുകൊണ്ട് അതിലൂടെ വരുന്ന ആ ഒരു ടാക്സ് ക്രെഡിറ്റ് അത് ISDക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഓക്കെ, അതേപോലെ ദ ക്രെഡിറ്റ് ഓഫ് IGST, SGST, UTGST ആൻഡ് CGST നീഡ്സ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് സെപ്പറേറ്റ്ലി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോന്നിനും സെപ്പറേറ്റ് പരിഗണന കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ISD, SGST ഓർ UTGST ആൻഡ് CGST ഒക്കെ സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. കാരണം ആ സെറ്റ് ഓഫ് റൂളൊക്കെ ഉണ്ടല്ലോ. IGST ക്യാൻ ബി സെറ്റ് ഓഫ് എഗൻസ്റ്റ് IGST, CGST ആസ് വെൽ ആസ് SGST. ഓക്കെ, എന്നാൽ CGST ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി എഗൻസ്റ്റ് വിത്ത് IGST ആൻഡ് CGST, നോട്ട് വിത്ത് SGST. അതേപോലെ SGST ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി എഗൻസ്റ്റ് IGST ആൻഡ് SGST, നോട്ട് അലോവ്ഡ് വിത്ത് CGST. അപ്പോൾ അങ്ങനെയുള്ള റൂളൊക്കെ ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് ഓഫ് IGST, CGST ഓർ UTGST, IGST, SGST ഓർ UTGST ആൻഡ് CGST നീഡ്സ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് സെപ്പറേറ്റ്ലി എന്ന് ഓർമ്മിക്കുക. ഓക്കെ, മറ്റ് ചില നിബന്ധനകൾ കൂടെ പരിചയപ്പെടാം. The credit that is attributable to a particular unit is distributed to it even when the unit is unregistered or making exempt supplies. ഒരു ബ്രാഞ്ചിന് അവകാശപ്പെട്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ യൂണിറ്റിന് അതിലേക്ക് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് അത് നിർബന്ധമായും ആ യൂണിറ്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. യൂണിറ്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും. അതേപോലെ എക്സംപ്റ്റ് സപ്ലൈ ആണ് ആ ഒരു യൂണിറ്റ്, ആ ഒരു ബ്രാഞ്ച് നടത്തുന്നതെങ്കിലും ITC ലഭ്യമാവാൻ അവർ അർഹരാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിന് തന്നെ ISD, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, ITC ലഭ്യമാക്കിയിരിക്കണം. ഓക്കെ, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും. മാത്രമല്ല എക്സംപ്റ്റ് സപ്ലൈ ആണ് നടത്തുന്നതെങ്കിൽ പോലും അവർ ITCക്ക് അർഹരാണ്. Then ISD shall issue ISD invoice to those units to whom it distributes the credit of tax paid on services. ISD ഇൻവോയ്സ് അയക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെയാണ് ISD ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ISD ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ISD ഇൻവോയ്സിലൂടെ.
അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. ISD ഇൻവോയ്സ് നിർബന്ധമായും ISD ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, ടു ദ ബ്രാഞ്ചസ് ആസ് എ പാർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ITC. The next is ISD needs to issue ISD credit note. ISD credit note എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ISD credit note if the credit that is already distributed gets reduced for any reason. നമ്മൾ പറഞ്ഞല്ലോ പ്രപ്പോർഷണൽ ബേസിസ് എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഒരു പർട്ടിക്കുലർ യൂണിറ്റിന് ITC ലഭ്യമാക്കിയത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്തെങ്കിലും കാരണവശാൽ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്, അങ്ങനെ കുറവ് സംഭവിച്ചാൽ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യണം? along with ISD invoice, ISD credit note is to be issued. Okay, right. These are the conditions or procedures for distribution of credit by ISD. ഇനി നമുക്ക് ചില സിറ്റുവേഷൻസ് നോക്കാം. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കണം. സിറ്റുവേഷൻസ് വേർ ISD is not applicable. ISD ആപ്ലിക്കബിൾ അല്ലാത്ത സിറ്റുവേഷൻസ്. ഓക്കെ, ഈ ISD പരിപാടി ഉണ്ടല്ലോ, രജിസ്ട്രേഷൻ, അത് ആപ്ലിക്കബിൾ അല്ലാത്ത സിറ്റുവേഷനാണ് വേർ ITC is paid on inputs, അതായത് റോ മെറ്റീരിയൽസ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഈ ഒരു സാഹചര്യങ്ങളിൽ ഈ ബ്രാഞ്ചുകൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭ്യമാക്കിയത് ഓൺ പർച്ചേസ് ഓഫ് ഇൻപുട്സ് ആണ്, റോ മെറ്റീരിയൽ, അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ്. മറ്റൊരു സിറ്റുവേഷനാണ് ITC cannot be distributed to outsourced manufacturers or service providers. ഈ ഔട്ട്സോഴ്സിംഗ് ഉണ്ടല്ലോ, ഔട്ട്സോഴ്സിംഗ്. എന്താ ഔട്ട്സോഴ്സിംഗ് എന്നറിയാം? ഇത് സ്പെഷ്യലായിട്ടുള്ള ആളുകൾക്ക് സർവീസ്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് അത് വിട്ടുകൊടുക്കലാണ്. പുറത്തുള്ള ഒരു ടീമിനെ ഏൽപ്പിക്കുന്ന പരിപാടിക്കാണ്, ഒരു സ്പെഷ്യലിസ്റ്റിനെ, പ്രൊഫഷണലിനെ ഏൽപ്പിക്കുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുക. അപ്പോൾ ആ രൂപത്തിലാണ് സപ്ലൈ നടന്നത്. അങ്ങനെ ഔട്ട്സോഴ്സ്ഡ് മാനുഫാക്ചേഴ്സാണ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സാണ്. ആ സമയത്തും ISD അപ്ലിക്കബിൾ അല്ല എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ISDയെ കുറിച്ചാണ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറെ കുറിച്ചാണ്. അത് എന്താണ് സിസ്റ്റം എന്നും GSTയിലെ ഒരു വൺ ഓഫ് ദ ടൈപ്സ് ഓഫ് ടാക്സ് പെയറാണ് ISD എന്നതും, അതുപോലെ വാട്ട് ആർ ദ വേരിയസ് കണ്ടീഷൻസ് ഓർ പ്രൊസീജിയേഴ്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ബൈ ISD എന്നുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ലെറ്റ് us see again with another topic in another video. Thank you for all.